വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ എവേഴ്സിൻ്റെ പുതിയതെന്നല്ല ആദ്യത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളെ ചേച്ചീൻ്റെ പിറന്നാളാണ്. ആക്ച്വലി ഇന്നല്ല, നാളെയാണ്. അപ്പം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ചെറിയൊരു സർപ്രൈസ് സെലിബ്രേഷൻ നമ്മൾ സെറ്റാക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ആദ്യത്തെ വ്ളോഗാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുൾ വീഡിയോ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ, വീഡിയോ നമ്മൾ എടുത്തുക്കുന്ന രീതി തന്നെ ഷോർട്സിലേക്കുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത്. വ്ളോഗിലേക്ക് ഫുൾ വീഡിയോക്കുള്ള രീതിയല്ല. അതുതന്നെ ഫസ്റ്റത്തെ ഒരു ഫോൾട്ടാണ്. അപ്പം അതിൻ്റെ എല്ലാ പരിമിതികളും അറിഞ്ഞു വെച്ചിട്ട് വലിയ ആൾക്കാരൊക്കെ കാണാൻ നോക്കുക. അപ്പോൾ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ഈ ബലൂൺസ് പറയുമ്പോൾ നമ്മൾ ഹെൽത്തിക്കും വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു, മഞ്ഞയും വെള്ളയും. പക്ഷേ ഹെൽത്തിക്ക് ശരിക്കും അത് സെറ്റ് ചെയ്യാനൊന്നുള്ള ടൈമും കിട്ടിയില്ല. പിന്നെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആവശ്യം വന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിക്ക് ചെറിയൊരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ബലൂൺസൊക്കെ സെറ്റാക്കുക, കർട്ടനിലൊക്കെ സെറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് പരിപാടി. ശരിക്കും സർപ്രൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഏട്ടൻ കേക്ക് വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ. പക്ഷെ അത് കിട്ടിയത് ഞങ്ങളെ കയ്യിലല്ല, ഡയറക്റ്റ് പോയി വാങ്ങിയത് ചേച്ചി തന്നെ ആയിപ്പോയി. അതുകൊണ്ട് അവിടെ കേക്കിൻ്റെ സർപ്രൈസൊക്കെ പൊളിഞ്ഞു ആദ്യം തന്നെ. പക്ഷേ ഇങ്ങനെ ഒന്നും ചേച്ചി പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു ഞങ്ങളെ വിശ്വാസം. ആക്ച്വലി ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കുക എന്നുള്ള ലെവലിലായിരുന്നു മേലെ ചേച്ചീൻ്റെ കൂടെ. പക്ഷേ അതിന് കിടക്കുക എന്നുള്ള ലെവലിൽ വന്നിട്ട് ഞാൻ കിടക്കാതെ ഇങ്ങോട്ട് തന്നെ വന്ന് അനിയത്തി ചേച്ചീൻ്റെ കൂടെ തന്നെ കിടന്ന്. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് ബർത്ത്ഡേ വിഷസൊക്കെ എഴുതുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ പ്ലാൻ ചെയ്തതനുസരിച്ച് ഈ ഒരു സെലിബ്രേഷൻ ബർത്ത്ഡേ വിഷസൊക്കെ ഒരു ഹൊറർ തീമിൽ ചെയ്യാമെന്നുള്ള ലെവലിലാണ് എത്തിയത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് ജസ്റ്റ് ഒരു ഹൊറർ തീമിൻ്റെ ഒരു മ്യൂസിക്കും പിന്നെ സ്മൈലൊക്കെ എടുത്തിട്ട് അത് സബിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പേടിപ്പിക്കാൻ പോണത്. ഇതുവരെ നാം കളിച്ചിരിയിൽ കാലം പോകുമിടവഴിയിൽ, ഇളവെയിലിൽ പൊടിമഴയിൽ ഓരോ കേളി തുടരുകയായി. അകലാതെ മൺമടിത്തട്ടിൽ ഒരു പുലരാകാവുക മരുളാ, മാനത്ത് പറക്കാതെ അരികിൽ വിരിയും മാധുരി നുണയാ. മനസ്സാവാനിൽ ഉഷസ്സായി നീലെ വിടർത്താൻ നേരുളി നമ്മൾ ചേച്ചീൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഏക്കമാൾ മൊത്തം വാങ്ങാൻ പോവുകയാണ്. ഈ ഒരു ബാഗ് നിറച്ചും പൈസയാണ്.
അല്ലാ പഠിച്ചോ. അതാണ് ഞാൻ മതി.